ഇന്ന് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് ലൈബ്രറി സയൻസിൻ്റെ ബേസിക്കിൽ നിന്നാണ്. ഫ്രാൻസിസ് ബാക്കൺ ആൻഡ് ലൈബ്രറി സയൻസ് ആണ് ടോപ്പിക്. ഹു വാസ് ഫ്രാൻസിസ് ബാക്കൺ? ഹീ ഈസ് എ ഇംഗ്ലീഷ് ഫിലോസഫർ ആൻഡ് സ്റ്റേറ്റ്സ്മാൻ. അദ്ദേഹം ഒരു ഇംഗ്ലീഷ് ഫിലോസഫറും റൈറ്ററുമാണ്. 1561 മുതൽ 1626 വരെ ലണ്ടനിൽ ജീവിച്ചിരുന്ന ആളാണ് ഫ്രാൻസിസ് ബാക്കൺ. അദ്ദേഹം അറിയപ്പെടുന്നത് ഫാദർ ഓഫ് എംപിരിസിസം ആൻഡ് ദ സയൻറ്റിഫിക് മെത്തേഡ്. അദ്ദേഹം യൂണിവേഴ്സ് ഓഫ് നോളജിനെ 3 തരംതിരിച്ചിട്ടുണ്ട്: ഹിസ്റ്ററി, പോയട്രി, ഫിലോസഫി. ഹിസ്റ്ററി വരുന്നത് മെമ്മറിയിൽ നിന്നാണ്, പോയട്രി വരുന്നത് ഇമാജിനേഷനിൽ നിന്ന്, ഫിലോസഫി വരുന്നത് റീസണിൽ നിന്നാണ്. അദ്ദേഹത്തിൻ്റെ 2 പ്രശസ്തമായ കൊട്ടേഷൻസ് ഉണ്ട്. ഹു റിമാർക്കഡ് സം ബുക്സ് ആർ ടു ബി ടേസ്റ്റഡ്, അതേഴ്സ് ആർ ടു ബി സ്വാലോവഡ്, ഫ്യൂ ആർ ടു ബി ചൂവഡ് ആൻഡ് ഡൈജസ്റ്റഡ് എന്ന് പറഞ്ഞത് ഫ്രാൻസിസ് ബാക്കൺ ആണ്. റീഡിംഗ് മേക്സ് എ ഫുൾ മാൻ, കോൺഫറൻസ് എ റെഡി മാൻ, റൈറ്റിംഗ് ആൻ എക്സാക്ട് മാൻ എന്ന് പറഞ്ഞതും ഫ്രാൻസിസ് ബാക്കൺ ആണ്. അദ്ദേഹം ഫസ്റ്റ് എക്സ്പോണൻറ്റ് ഓഫ് സയൻറ്റിഫിക് മെത്തേഡിൻ്റെ ഫസ്റ്റ് എക്സ്പോണൻ്റ് ആണ്. അദ്ദേഹം ഫാദർ ഓഫ് എംപിരിസിസം ആണെന്ന് പറഞ്ഞു. എംപിരിസിസം എന്താണ്? നോളജ് ഫ്രം സെൻസറി എക്സ്പീരിയൻസ്. നോളജ് ഒരു സെൻസറി എക്സ്പീരിയൻസിൽ നിന്ന് വരുന്നതാണ് എംപിരിസിസം എന്ന് പറയുന്നത്. ഇത് എപ്പിസ്റ്റമോളജിയുടെ പാർട്ടാണ്. എപ്പിസ്റ്റമോളജി എന്ന് പറഞ്ഞാൽ ഹ്യൂമൻ നോളജിൻ്റെ നാച്ചർ, ഒറിജിൻ, ലിമിറ്റ്. അതിനെ നമ്മൾ എപ്പിസ്റ്റമോളജിനെ നമ്മൾ തിയറി ഓഫ് നോളജ് എന്നുകൂടെ പറയും. അതാണ് ഫ്രാൻസിസ് ബാക്കണെ കുറിച്ചുള്ള ബേസിക്കായിട്ടുള്ള കാര്യങ്ങൾ. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഉപകാരപ്രദമായാൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. എല്ലാവരും ഉഷാറായിട്ട് പഠിക്കുക.